ഞാനിന്നിവിടെ ഉലുവലേഖയാണ് ഉണ്ടാക്കാൻ പോണേ. ഉലുവലേഖ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഉലുവ, ചുക്ക്, കുരുമുളക്, ജീരകം, നെയ്യ്, ശർക്കര, നാളികേരം, ഒരു തരി ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 250 ഉലുവയാണ് എടുത്തേക്കണേ. അത് 8 മണിക്കൂർ കുതിർത്ത് കുക്കറിലിട്ട് വേവിച്ചു. വേവിക്കാൻ വേണ്ടി ഒഴിച്ചിക്കണേ നമ്മളെ 3-ാം പാലിലാണ് നമ്മൾ വേവിക്കണേ. വെള്ളം ഒഴിക്കരുത്. അതുകൊണ്ട് 3-ാം പാലിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് 2-3 വിസിൽ വന്നാൽ മതി. വേവിച്ച് ഞാൻ മിക്സിയിലാണ് അരച്ചേക്കണേ. അരക്കല്ലുണ്ടെങ്കിൽ അരക്കല്ലിൽ നമുക്ക് അരയ്ക്കാം. ആട്ടുകല്ലേ അതിൽ അരച്ചിട്ട് നമ്മൾ ഈ 2-ാം പാൽ ചേർത്തിട്ടാണ് അരക്കണേ. അത് അരച്ചിട്ട് നമ്മൾ നല്ലോണം നല്ല ഇതിലായിട്ട് അരച്ച് കിട്ടും. അത് അരച്ചിട്ട് ഉരുളിയിൽ 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഉരുളിയിൽ നല്ലോണം ഒന്ന് വരട്ടി വരിക. വരട്ടിയതിന് ശേഷം നമ്മൾ 1/2 കിലോ ശർക്കരയാണ് പിന്നെ എടുത്തേക്കണേ. 1/2 കിലോ ശർക്കര ഉരുക്കി അതിലൊഴിക്കുക. അതിൽ നിന്ന് ഉരുക്കണമെന്ന് വെച്ചാൽ ഉരുക്കാണ്ട് ഇടരുത്. കാരണം അതിൽ പിന്നെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഉരുക്കി തന്നെ ഒഴിക്കണം. ഉരുക്കി ഒഴിച്ചതിന് ശേഷം നല്ലോണം കുറുകുമ്പോൾ നമ്മൾ അതിലേക്ക് ചുക്കുപൊടി, കുരുമുളക് പൊടി, ജീരകം ഒക്കെ ചേർക്കുക. ചുക്ക് 50, ജീരകം 50, കുരുമുളക് 50 ഇത്രയാണ് എടുത്തേക്കണേ. അത് നല്ലോണം ഒന്ന് ചൂടാക്കി പൊടിക്കുക. ഒന്ന് അടുപ്പത്തിട്ട് ചൂടാക്കണം. കുരുമുളകും ചുക്കും ജീരകവും ഒക്കെ, ചുക്കും ജീരകവും കുരുമുളകും 3 പൊടി നല്ലോണം അടുപ്പത്തിട്ടൊന്ന് ചൂടാക്കി നല്ലോണം പൊടിച്ച് അതിൽ ചേർക്കുക. ചേർത്തിട്ട് നല്ലോണം കുറുകി വരുമ്പോൾ നമ്മൾ അതിൽ 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി കുറുക്കി ഈ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് പോരുന്ന സമയത്താവുമ്പോൾ നമ്മളത് ഓഫാക്കാം. അതിലിടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്തും കൊണ്ടേ ഇരിക്കണം. അടി പിടിക്കരുത്. നെയ്യ് എത്ര ചേർന്നാലും നല്ലതാണ് ദേഹത്തിന്. ഇത് കൂടുതലും പ്രസവിച്ച പെണ്ണുങ്ങളാണ് കഴിക്കുക. അല്ലാത്തവർക്കും കഴിക്കാം, പ്രായമായവർക്ക് കഴിക്കാം. ചെറുപ്പക്കാരി കുട്ടികൾ അധികം കഴിക്കാറില്ല. എന്താ വെച്ചാൽ ഇത് തണ്ടൽ ഉറയ്ക്കുന്ന പറയാം. തണ്ടൽ പറഞ്ഞാൽ അരക്കെട്ട് ഉറയ്ക്കും. ഉറക്കിയത് അവർക്ക് ഇനിയും പ്രസവിക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രസവിച്ച പെണ്ണുങ്ങളെ തണ്ടൽ ഉറയ്ക്കാനും പിന്നെ മുലപ്പാലുണ്ടാവാനും ശോധനയ്ക്കും എല്ലാത്തിനും നല്ലതാണ് ഉലുവ. ഉലുവേൻ്റെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഉലുവയുടെ ഇല നമ്മൾ തോരൻ വെച്ചിട്ട് കഴിക്കും. ഉലുവയുടെ എല്ലാ ഇതും നമുക്ക് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അത് നല്ലോണം വയ്ക്കുക. അപ്പോൾ ഇത് ഉറുക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിച്ച് നമ്മളെ പാത്രങ്ങളിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടുവരാണ്ടിരിക്കും. ഒരിക്കലും വെള്ളം ചേർക്കരുത്. അതാണ്, വെള്ളം ചേർത്താൽ അത് കേടുവരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റ്, ലൈക്ക്, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. കമൻറ്റും ലൈക്കും തരാൻ മടിക്കണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉലുവ അരച്ചത് അടുപ്പത്ത് വെച്ച് നല്ലോണം വരട്ടി വെള്ളം ഇത്തിരി വറ്റാറായപ്പോൾ ശർക്കര പാനി ഒഴിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതൊരു പാകം വരട്ടെ. അതിന് ശേഷം നമുക്ക് വാങ്ങി നെയ്യ് ചേർത്ത് ഒരു നുള്ളുപ്പിടണം. എന്നാലത് അതിനൊരു ഫ്ലേവറാണത്. ഉപ്പ് തരി ചേർക്കാനുള്ളത്. അത് ചേർത്ത് നമുക്ക് വാങ്ങി വെച്ച് ഇഷ്ടാനുസരണം കുപ്പിയിലാക്കിയിട്ട് ഉപയോഗിക്കാം. വെള്ളം ഇല്ലാണ്ടാണ് വേവിക്കേണ്ടത്. വെള്ളം വന്നു കഴിഞ്ഞാൽ വറ്റാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ലോണം വരട്ടെ. എന്നിട്ട് കാണാം. നല്ലോണം ഇതാവട്ടെ. ശർക്കര പാനി ഒഴിച്ചിട്ടോ. ഒഴിച്ചതിന് ശേഷമാണ് വെന്ത് പകുതിയായപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് വറ്റണം. അപ്പോൾ നമ്മൾ ഈ പരുവാകുമ്പോൾ അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിക്കണം. 2 വലിയ സ്പൂണ് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതൊന്ന് പറ്റട്ടെ. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വരണ്ട് പോരും പറ്റാണ്ട്. അപ്പോൾ ഇനി 1-ാം പാൽ ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ചു. ഇനി നല്ലോണം വരട്ടിയെടുക്കുക. ഇനി നമുക്ക് വരട്ടിയിട്ട് കാണാം.
നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പാകമായി വന്നുകൊണ്ടിരിക്കുന്നു. വറ്റി തുടങ്ങി. ഒന്നുകൂടി പോവാണ്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കാൻ പാകത്തിനാക്കാനാണ്.